മാങ്ങ അയച്ചു തന്ന് വലിയ ഫാക്ടറി ഒക്കെ ആയി ചേട്ടാ. അച്ചാറ് ഫാക്ടറി ഒക്കെ ആയി വിനോദിന്. രഞ്ജിത്ത് ഓക്കെ. രമ്യ ഇങ്ങനെയുണ്ട് ഇപ്പൊ, കുഴപ്പമില്ല, അങ്ങനെ അങ്ങ് പോവുക. അയ്യോ പൊട്ടിന്റെ കുറവുണ്ടോ? പൊട്ടത് എവിടെ ഇരിപ്പുണ്ട്? പൊട്ട് ഇവിടെ ഉണ്ടല്ലോ. നാളെ എപ്പോഴാ ലൈവ് വന്നോ? നാളെ ഒരു 10 മണിയാകുമ്പോൾ വരാം. ഡോക്ടർ എന്തു പറയുന്നോ? എന്തിന്? ഓക്കെ രമ്യ, ശുഭരാത്രി, നാളെ കാണാം. ഓക്കെ തിരുമേനി, ടാറ്റാ. റെസ്റ്റ് എടുക്കാനായോ? അയ്യോ എനിക്ക് വയ്യ. നമ്മുടെ വിനോദ് ചേട്ടന്റെ വൈഫാ പ്രഗ്നന്റ്. എനിക്കാണോ വയ്യാകെ? എല്ലാവർക്കും അറിയാം വിനോദ് ചേട്ടന്റെ വൈഫ് പ്രഗ്നന്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മള് സസ്പെൻസ് ഒന്നും ഇല്ല, എല്ലാം പൊളിച്ചൂടെ, പൊളിച്ചടുക്കി. എന്നാലും ഒരു ചെലവ് പോലും തന്നില്ലല്ലോ നമുക്ക്. രമ്യ ആയിരുന്നല്ലോ. അയ്യോ ഞാനല്ല, വിനോദ് ചേട്ടന്റെ വൈഫാണ്. എന്നിട്ടൊരു ചെലവ് പോലും തന്നില്ല നമുക്കൊന്നും, ഒരു ട്രീറ്റ് പോലും തന്നില്ല. നാളെ ലാർജ് അടിച്ചു വരട്ടെ എന്ന്. നടക്കട്ടെ റോക്ജി. തിരുമേനി കഴുകണം. കണ്ട് ബട്ട് ചെറിയ പൊട്ടായി പോയി. ആണോ? നാളെ വലിയ പൊട്ട് വയ്ക്കാം. ഹായ് ചേച്ചി രാജൻ. രമ്യ ഇപ്പൊ റെസ്റ്റാ. ഓ ചേച്ചി ഇപ്പൊ റെസ്റ്റ് ആണല്ലേ? ആ ഞാൻ മനസ്സിലായി. എന്നാലും അച്ചാറ് കമ്പനിയിലോട്ടൊന്നും വിളിച്ചോണ്ട് പോവല്ലേ. ചേച്ചിക്ക് ഇപ്പൊ നല്ലതുപോലെ റെസ്റ്റ് ആവശ്യമുള്ള സമയമാണ്. സൂര്യ ചേട്ടാ ശുഭരാത്രി എന്ന് പറയുന്നുണ്ട്. രമ്യ ചേട്ടനോട് ചെലവ് തരാൻ പറയണേ. അത് വിനോദ് ചേട്ടനോട് ഞാൻ പറയുന്നുണ്ട്, ചെലവ് താ. വൈഫ് പ്രഗ്നന്റ് ആയിട്ട് ഒരു ചെലവ് പോലും തരാത്ത ആൾക്കാർ ഇങ്ങനെയുണ്ടല്ലോ. ഈ തിരുമേനി ആ എടുത്തോന്നോ? എന്തോന്ന് എടുത്തോന്ന്? ചേട്ടൻ ദാ ഇവിടെ നിപ്പുണ്ട്. ചേട്ടൻ എവിടെ ഒരു ഉടുപ്പിട്ടോണ്ടിരിക്കുക കുട്ടികൾക്ക്. തിരുമേനി ഗുഡ് നൈറ്റ് പറയും. ഓ ഇതിന്ന് മാറ്റോ. എന്തോന്ന് കഥ? ക്രിയേഷൻ. രമ്യയുടെ മുഖം കണ്ടാൽ അറിയാം പ്രഗ്നന്റ് ആണെന്ന്. എനിക്ക് വയ്യ ദൈവമേ. എന്റെ റെക്കോർഡിംഗ് എടുത്ത് വേറെ ആളിനെ അയച്ചെടുത്ത് ഞാൻ മണ്ടത്തിനെ വിളിച്ചു. ആ വ്യാഴാഴ്ച എല്ലാവരും വരണേ ലൈവില്. നമുക്ക് ചിരിക്കാനുള്ള വകയൊക്കെ ഉണ്ട് കേട്ടാ. ചേട്ടന്റെ വകയായിട്ട് ചിരിക്കാനുള്ള കോമഡിയൊക്കെ ആയിട്ടാണ് വരുന്നതെന്ന്. ലൈവിലുള്ള എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. എവിടെയോ കണ്ട് നല്ല പരിചയം. പട അവിടുന്ന്. ഇതാരാന്ന്? എടാ ഞാൻ തന്നെയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ട് എല്ലാരും. എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ? ഇതൊന്ന് ഡാബു പറയാ. എന്താ പേര്? എന്താ പറ്റിയെന്നോ? ആർക്ക്? ഒന്നും കൂടെ ചിരിക്കുമോന്നോ? ഞാൻ ഇവിടെ ചിരിച്ചോണ്ടല്ലേ ഇരിക്കുന്നത്. ഞാൻ ചിരിക്കുകയാണ്. രമ്യ ഞാൻ കണ്ടുപിടിച്ചു. എന്തോന്ന് ജയേഷ് കുമാർ ഏട്ടാ? അയ്യോ കുറെ മാറി മുഖമൊക്കെ. ഓ അത് ഞാൻ വീട്ടിൽ നിന്ന കോലത്തിൽ വന്നതുകൊണ്ടാ. സാരിയൊക്കെ കൊടുത്ത് നല്ല ടിപ് ടോപ്പ് ആയിട്ട് വരാനുള്ളതായിരുന്നു, സമയം കിട്ടിയില്ലടാ. വീട്ടിൽ നിന്ന വേഷത്തിൽ ലൈവ് ഇടാൻ വേണ്ടിട്ട് എത്തിയതാ. രമ്യ 7ാം മാസം ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി രമ്യ 7ാം മാസം ഞങ്ങൾ എല്ലാവർക്കും കൂടി. പിന്നെ പോണം. ഇങ്ങനെയൊക്കെ ഭംഗി കൂടുവോന്നോ? അതറിയത്തില്ലടാ. ഭംഗി കൂടിയെന്നോ? എനിക്ക് വയ്യ ദൈവമേ. ഭംഗി കൂടിയെന്ന് എല്ലാവർക്കും പറഞ്ഞുകൊട്. ചുണ്ടിലെ ചുവപ്പ് കുറച്ചുകൂടെ ഇടാമോ? ലിപ്സ്റ്റിക്കോ?
നോക്കാം